സഹോദരന്മാരെ, അപ്പോൾ അള്ളണ്ട് എന്നൊരാൾ പറഞ്ഞതുകൊണ്ടോ മുസ്ലിം ആവില്ല. ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും മുസ്ലിം ആവില്ല. അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഹബീബ് തങ്ങളിലൂടെ ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് സമുദായത്തെ പഠിപ്പിക്കുകയാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അപ്പോൾ അല്ലാഹു തആല ഒന്നിനെയും ആശ്രയിക്കാത്ത, ഒന്നിനോടും സാമ്യമില്ലാത്ത മനുഷ്യ സൃഷ്ടികളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ രൂപപ്പെടുത്തുവാനും പരുവപ്പെടുത്താനും കഴിയാത്ത ശക്തിയാണ്. അങ്ങനെ വിശ്വസിക്കലാണ് ഷഹാദത്ത് കലിമ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇസ്ലാമിൻ്റെ പേരിൽ രംഗപ്രവേശനം ചെയ്യുന്ന ആ കക്ഷികളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ വരാറുള്ള മുനാഫിഖീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ ആന്തരിക അകത്തളങ്ങളിലും ആത്മീയ അകത്തളങ്ങളിലും ഒരിക്കലും കടന്നു വരാതെ ബാഹ്യമായ കേവലം പ്രകടനങ്ങളായി വാചകങ്ങളായി ആ കലിമത്തു ഷഹാദ പരിമിതപ്പെടുത്തിയതുപോലെ അള്ളാഹുവിൻ്റെ ഖുർആൻ അവകാശപ്പെട്ട് ഷഹാദത്ത് കലിമ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വിളിച്ചുകൂവി തൗഹീദിന്റെ വലിയ അപ്പോസ്തലന്മാരായി വരുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചു പോലും യഥാർത്ഥ വിശ്വാസങ്ങളില്ല. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അല്ലാഹ് ഉണ്ട്. ആ അല്ലാഹു തആലയുടെ പ്രത്യേകത എന്താണ്? ലോകമുണ്ടാകുന്നതിന്റെ മുമ്പേ ഉണ്ടായ ആ അല്ലാഹു ലോകത്ത് പരലക്ഷം വരുന്ന പ്രവാചകന്മാരിലൂടെ ഇവിടെ പരിചയപ്പെടുത്തിപ്പോയ ശക്തിയാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും ഏറ്റവും അതീവ പ്രാധാന്യത്തോടെ ഈ ലോകത്ത് പ്രബോധനം ചെയ്ത ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവരെല്ലാവരും അതീവ ഗൗരവത്തോടെ പഠിപ്പിച്ച ശക്തിയാണ് അല്ലാഹു. മാത്രമല്ല എല്ലാ പ്രവാചകന്മാരുടെയും കാലത്ത് കർമ്മശാസ്ത്രപരമായ ശാഖാപരമായ വൈവിധ്യങ്ങളെ, വ്യത്യസ്തതകളെ, ഓരോ സമൂഹത്തിന്റെ ബുദ്ധിപരമായ സാമൂഹ്യപരമായ വളർച്ചകളെയും സാഹചര്യങ്ങളെയും പരിഗണിച്ചാണ് അല്ലാഹു തആല നൽകിയിരുന്നതെങ്കിൽ ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അമ്പിയാക്കൾക്കിടയിൽ വ്യത്യാസമില്ല, ഔലിയാക്കൾക്കിടയിൽ വ്യത്യാസമില്ല. ആദം നബി മുതൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ, ഹബീബായ തങ്ങളിൽ നിന്ന് ലോകാന്ത്യം വരെ വരുന്ന അവസാനത്തെ സത്യവിശ്വാസി വരെ എല്ലാവരും വിശ്വസിക്കുന്ന അല്ലാഹ് ഒന്നാണ്. എല്ലാവരുടെയും വിശ്വാസം ഒന്നു തന്നെയാണ്. ഇതാണ് ഇസ്ലാമിന്റെ തെളിമയായ ഷഹാദത്ത് കലിമ. ആ ഷഹാദത്ത് കലിമ അവകാശപ്പെടാനും അതിൻ്റെ വാക്താക്കളാണെന്ന് വിളിച്ചു പറയുവാനും ആധികാരികമായി അർഹതയുള്ള ഒരു വിഭാഗമേ ഈ നാട്ടിലുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളാണ്. ഇത് നമ്മൾ വഹാബികൾ നമ്മൾ മുശ്രിക്കാണ് എന്ന് തൊള്ളപടായി പറഞ്ഞു പോകുന്നത് പോലെ പറയുന്നൊരു കാര്യമല്ല. സലക്ഷ്യം വസ്തുതാപരമായി വഹാബികൾക്കിടയിലെ വിശ്വാസ വൈകൃതങ്ങളുടെ വിവിധ രൂപഭാവങ്ങളിൽ നിന്ന് ചില സാമ്പിളുകൾ, 100 കൊല്ലത്തെ വഹാബികളുടെ ദൈവവിശ്വാസം നമ്മൾ പഠനവിധേയമാക്കിയാൽ ഒരു 10 കൊല്ലത്തെ ബോംബനും മോളിയും വായിച്ച പ്രതീതിയാണ് ഉണ്ടാകുക. അത്രമാത്രം പരിഹാസ്യമായ വികൃതമായ രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഒരു വിഭാഗം. നിങ്ങൾ നോക്ക്, എന്താണ് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഒന്നിനോടും തുല്യമായവനല്ല. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹ് എല്ലാത്തിനോടും വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരന്മാരെ, വഹാബി പുരോഹിതന്മാരിൽപ്പെട്ട ഏറ്റവും വിഷമുള്ള മൗലവി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുജാഹിദുകൾക്കിടയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഇന്ന് ഈ നാട്ടിൽ കിട്ടാവുന്ന ഏക മൗലവി, ആ മൗലവിയാണ് ചുഴലി അബ്ദുള്ള മൗലവി. മൂപ്പര കൽബിൽ എന്ത് വിഷാണോ ഉള്ളത് അത് തൊള്ളയിൽ കൂടിയും പുറത്തു വരും. അതിൽ ഏകദേശമൊക്കെ നമ്മളെ ബാലുശ്ശേരിൻ്റെ തൊള്ളി അങ്ങനെ തന്നെയാണ്, കൽബിലുള്ള വിഷം അപ്പാടെ വരും. എന്നാൽ 99% വഹാബി പുരോഹിതന്മാരും ഉള്ളിലെ വിഷം പച്ചയായ പാഷാണം
തൊള്ള കൊണ്ട് പട്ടിൽ പൊതിയുന്ന പുരോഹിതന്മാരാണ്. ആ ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നുണ്ട്, അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ഒരു കൈഫിയത്ത് ഇല്ല. അള്ളാഹു ഇന്നതുപോലെ എന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഇന്ന പോലെ ഇന്ന രീതിയിലാണ് എന്ന് തുല്യപ്പെടുത്താനോ ഉപമപ്പെടുത്താനോ പറ്റാത്ത വിധം അള്ളാഹു തആല എങ്ങനെയെന്ന് നമുക്കറിയൂല. നമ്മുടെ ബുദ്ധി കൊണ്ടത് രൂപപ്പെടുത്താൻ പറ്റൂല. വലം യകുല്ലഹു കുഫുവൻ അഹദ എന്ന തെളിമയാർന്ന ഷഹാദത്ത് കലിമയുടെ രീതി ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ് പിന്നെ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ വിശ്വാസം പരിശോധിച്ച് നോക്കിയാലോ അതിന് നേരെ ഘടകവിരുദ്ധമാണ്. അതെങ്ങനെയാ അള്ളാഹുവിന്റെ ജലാലത്തിനോട് യോജിച്ച രീതിയിൽ അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മൗലവി പറയാൻ എങ്ങനെയെന്ന ചോദ്യമില്ല, ഇല്ല. അപ്പൊ അള്ള ഇന്നതുപോലെയാണ്, അള്ള ഇതുപോലെയാണ്, അള്ള അതുപോലെയാണ്, അള്ള ഇങ്ങനെയാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ചൊരു സത്യവിശ്വാസിക്ക് ഉപമപ്പെടുത്താനോ പരിചയപ്പെടുത്താനോ വിളിച്ചു പറയാനോ പാടില്ല എന്നതാണ്. ഇതാണ് അല്ലാഹു സമദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമാണ്. ആദം നബി മുതൽ ഹബീബായ തങ്ങൾ വരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ അവസാന സത്യവിശ്വാസി ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത് വരെ ഇസ്ലാമിക പ്രത്യാശാസ്ത്രം പ്രതിനിധാനം ചെയ്യുന്ന അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്നാൽ വഹാബി പുരോഹിതന്മാർ അതേ ചുഴലിന്റെ ആശയത്തിൽപ്പെട്ട അതേ സംഘടനയിൽപ്പെട്ട ഒരു മൗലവിയാണ് ഹനീഫ മൗലവി. ആ ഹനീഫ മൗലവി അള്ളാഹിനെ കുറിച്ച് പറയുന്നത്, കുട്ടികൾ പന്തെറിയുന്നതുപോലെ അള്ളാഹു ആഖിറത്തിൽ ഈ ഭൂമിയെ പിടിച്ച് ചുരുട്ടി എറിയുമെന്നാണ്. അപ്പൊ എങ്ങനെ? കുട്ടികൾ നല്ല ക്രിക്കറ്റ് എറിയുന്ന ഒരു കോലുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല ഫുട്ബോൾ എറിയുന്ന ഒരു കോലുണ്ടല്ലോ. കുട്ടികൾ പന്തെറിയുന്നതിനോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഈ പുരോഹിതന്മാർ അവരുടെ ഊഹങ്ങൾ കൊണ്ട് ഊട്ടപ്പെട്ട വിരുദ്ധമായ ഒരു നിർമ്മിതമായ വിശ്വാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ശരാശരി മതബോധവും ഒരു ഇച്ചിരി കോമൺ സെൻസും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടാകും. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അങ്ങനെ പറഞ്ഞാൽ അള്ളാന്റെ ജലാലത്തിനെതിരാണ്. അത് അള്ളാഹുവിലുള്ള ഷഹാദത്ത് കലിമക്ക് വിരുദ്ധമാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഒന്നിനെ പോലെയുമല്ല. അള്ള ഒരു കുട്ടിയെ പോലെയല്ല, അള്ള ഒരു വലിയവനെ പോലെയുമല്ല, അള്ളാഹു ഒരു പ്രായമുള്ളവനെയോ കുട്ടിയെയോ പോലെ ഒന്നുമല്ല. എന്നാൽ ഇവിടെ അള്ളാഹുവിലുള്ള ഷഹാദത്ത് കലിമക്കാണ് മുറിവേൽപ്പിക്കുന്നത്. അള്ളാഹുവിലുള്ള ഷഹാദത്ത് കലിമയെ അതിൻ്റെ തനതായ അസ്തിത്വത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നതിന് പകരമായി മീറ്റിംഗ് കൂടി വഹാബി പുരോഹിതന്മാർ മനസ്സിലാക്കുന്നതിൻ്റെ രൂപമാണിത്. ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, ഒരു അള്ളാഹു എന്ന് പറയുന്ന ശക്തി അവയവങ്ങളില്ല, ഇടങ്ങളില്ല, വസ്തുവില്ല, മറ്റൊന്ന് കൂടിച്ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ അള്ളാഹുവിന് ഇടമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ എന്നൊന്നും ഒരാൾക്ക് പറയാൻ പാടില്ല. ഇത് ഷഹാദത്ത് കലിമയുടെ ശരിയായ വിശ്വാസമാണ്. അതും ഒരു മുജാഹിദ് മൗലവി അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്നൊന്നും പറയില്ല. ഇത് ഭാഗമുണ്ട് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയാനും പറ്റൂല. ഇത് വസ്തുതയാണ്. എന്നാൽ ഇത് ആ പുരോഹിതൻ പറഞ്ഞ ശേഷം പിന്നെ അയാൾ പറയണത് എന്താണ്? അള്ളാഹുവിന് വലതുണ്ട് എന്ന് ഞങ്ങൾ പറയും. വലതുണ്ട് എന്ന് പറയും, പക്ഷെ ഭാഗമുണ്ട് എന്ന് പറയില്ല. നമ്മൾ ഈ താനൂര് രാവിലെ ഉണ്ടാവും, പണിക്ക് ജോലി കാത്തിക്കണ കുറെ ബംഗാളികളും തമിഴന്മാരൊക്കെ ഉണ്ടാവും. അവരോട് നിങ്ങൾ രാവിലെ ചെന്ന് ചോദിച്ചു നോക്കി, ഈ വലത് എന്ന് പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആ ബംഗാളിനോട് ചോദിച്ചാൽ ആ ബംഗാളി മലയാളിക്ക് പറഞ്ഞു തരും, അത് വലതാണ് അല്ലെങ്കിൽ ഇടതാണ്. പക്ഷെ ഇത്ര വിഡ്ഢിവേഷം കെട്ടിയ പുരോഹിതന്മാർ, അറുവഷരൻ ജാഹിലുകൾ, ഇസ്ലാമിക പ്രമാണങ്ങളെ കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ കയ്യിലെടുത്ത് വികൃതമാക്കി തോന്നിവാസം വിളിച്ചു പറയാൻ മൗലവി പറയാണ്, ഞങ്ങൾ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്നൊന്നും പറയില്ല, കൈ വലത്തുണ്ട്. രണ്ട് കൈകളും എത്ര ശുദ്ധൻ, ഭാഗമുണ്ട് എന്ന് ഞങ്ങൾ പറയില്ല. ഇനി അയാൾ പറയുന്നത് കൈ വലത്തുണ്ട് എന്നാണ്.
പറ്റൂല. പിന്നെ രണ്ടും വലതാണ്. അതാണ് പൊന്നാര ചെങ്ങൈമാരെ ഈ ഭാഗം. ഇടതാണ് ഭാഗം, വലതാണ് ഭാഗം. താഴെയും മുകളുമൊക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി വരിക. ഇത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ പണിക്ക് വരുന്ന ബംഗാളിയോട് ചോദിക്കണേ മുജാഹിദുകളെ. അപ്പൊ ഇരിക്കട്ടെ, മൂപ്പര് പറഞ്ഞെന്താണ്? അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ഉറച്ചല്ലോ. എന്നാൽ അങ്ങാടികളിൽ വന്ന് അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് പറയാൻ പാടില്ല, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിനും ഷഹാദത്ത് കലിമക്കും എതിരാണ് എന്ന് പച്ചയായി പ്രസംഗിച്ച ഇതേ മൗലവിമാർ അവരുടെ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന അൽമനാർ, ആ അൽമനാറിന്റെ കോപ്പി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. എന്താണ് ആ അൽമനാറിൽ അവർ പറയുന്നത്? അള്ളാഹുവിന്റെ ഇരു കൈകളും ഇരുഭാഗവും വലതുഭാഗമാണ്. അള്ളാഹുവിന്റെ ഇരു കൈകളും വലതുഭാഗമാണ്. ഭാഗം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് അങ്ങാടിയിൽ വന്ന് ഘോരഘോരം പ്രസംഗിച്ച ഇപ്പുരോഹിതൻ അന്നും പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ കക്ഷത്തിലിറക്കിയ പുസ്തകമാണ് ഈ അൽമനാർ. ആ അൽമനാറിന്റെ 2004 കോപ്പിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്ത് ഷഹാദത്ത് കലിമയാണ് ഇവരുടെ പോക്കറ്റിലുള്ളത്, ഏത് അല്ലാഹുവാണ് ഇവരുടെ വിശ്വാസത്തിലുള്ളത്. ഇനി ഇതൊക്കെ പാടെ നമ്മൾ അങ്ങാടിയിൽ വഹാബിയാളെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ 100 കണക്കിനുണ്ട്. അങ്ങനെ 100 കണക്കിന് വൈരുദ്ധ്യങ്ങളുള്ള വഹാബികളുടെ ഈ ദൈവവിശ്വാസത്തെ ഒരിക്കൽ മലപ്പുറത്ത് വെച്ച് പേരോട് ഉസ്താദ് ഒന്ന് തോണ്ടി നോക്കി. ആ തോണ്ടി നോക്കിയപ്പോൾ ഒരു മൗലവി അതിൽ കൊത്തി. അന്തള്ള മൗലവിമാരൊന്നും അയിമ തൊടാൻ വന്നില്ല. കാരണം അന്തള്ളവർക്കറിയാം അത് തൊട്ടാൽ പൊള്ളും. കാരണം ഏത് മതക്കാർക്കുണ്ടാകും ഒരു സ്ഥിരമായ വിശ്വാസം. ഇവിടെ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇങ്ങനെ കലണ്ടർ മാറ്റുന്ന ലാഘവത്തോടെ ദൈവവിശ്വാസം മാറ്റുന്ന ഒരു കൗമ് ഭൂമി മലയാളത്തിൽ വഹാബികളല്ലാതെ വേറെ ആരാളുള്ളത്? അങ്ങനെ വെല്ലുവിളിച്ചൊരു മൗലവി കുടുങ്ങി. അങ്ങനെ കുടുങ്ങിയപ്പോൾ അങ്ങാടികളിലൂടെ നമ്മൾ ആദർശ സമ്മേളനങ്ങളിൽ വഹാബികളുടെ ഈ ദൈവവിശ്വാസം എടുത്തു പുറത്തിട്ടു. അപ്പോൾ ഒരു സ്ഥലത്ത് ഫൈസൽ മൗലവി എന്ന് പറയുന്ന മൗലവി വന്നിട്ട് പറഞ്ഞു, അൽമനാറിൽ ഞങ്ങൾ അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് എഴുതിയിട്ടില്ല, അത് വഹാബ് സക്കാഫി നുണ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഇതുപോലെ പ്രസംഗിച്ചു പോയി. പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു വഹാബിക്ക്. അതെന്താന്ന് ചോദിച്ചാല്, അങ്ങാടിയിൽ വന്നിട്ട് നമ്മളിങ്ങനെ തെളിവ് പറയും, ബുഖാരിയിൽ ഹദീസുണ്ട്, ആ ആയത്തുണ്ട് എന്നൊക്കെ പറയും. അതിനൊക്കെ പാടെ വഹാബി പുരോഹിതൻ ഒരൊറ്റ മറുപടി പറഞ്ഞാൽ മതി. അതെന്താണ്? അത് മുസ്ലിയാർ ആളെ പറ്റിച്ച് പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ധമായ പണ്ഡിത വിരോധമാണ് വഹാബി മൗദൂദിസത്തിന്റെ ഷഹാദത്ത് കലിമ. അത് തലച്ചോറ്റിലേക്ക് വിഷമായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിയാർ നുണ പറഞ്ഞതാണ്, അത് കൈമടക്കിന് വേണ്ടി പറഞ്ഞതാണ്, പണത്തിന് വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കുകയാണ്. ഇതേ ബളു മൗലവി വന്നെടുത്തു, ഒറ്റടിക്ക് പറഞ്ഞു, അൽമനാറിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ധകാലമല്ല ഇന്ദകാലം. ഇപ്പോ മൗലവിമാരില്ല എന്ന് പറഞ്ഞാലും LCD. അപ്പൊ നമ്മൾ വീണ്ടും ചെന്നിട്ട് ഇങ്ങനെ ഈ മൗലവി അതില്ല എന്ന് പറഞ്ഞ് സ്റ്റേജും വന്ന് കാർക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയപ്പോത്തിന് മൂപ്പര മൊബൈൽ ഫുള്ളായി. മൊബൈൽ മുഴുവൻ ഈ അൽമനാറിന്റെ കോപ്പി ആലുപോയ ചെകുത്താനെ പോലെ കുനുകുനേനെ ചെല്ലുകയാണ്. അപ്പൊ പിന്നെ മൗലവി കുറച്ച് ദിവസം അള്ളാന്ന് തന്നെ പറയാതെയായി. അങ്ങനെ അൽമനാറൊന്നും പറയാതെയായി. അങ്ങനെ പറയാതെയായപ്പോ സോഷ്യൽ മീഡിയ വിട്ടില്ല. അപ്പൊ അവസാനം ഈ ചേരണ്ടല്ലോ മടിയിലിട്ട് കുത്തിയാലുണ്ടല്ലോ അവസാനം ഒരു പുറത്തിയാടിയിട്ട് പറഞ്ഞു, ഓനേതായാലും ഞാൻ വിളിച്ചാത്ത അംസ്കായി കല്യാണത്തിന്, ഞാൻ വരാത്ത അംക്കാകണ്ടല്ലോ. മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അൽമനാറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മളോട് പറയണ്ടേ? അത് പറഞ്ഞില്ല, നിങ്ങൾ പറയാത്തോണ്ട് നമ്മൾ കണ്ടില്ല. ഓല് പ്രസിദ്ധീകരിക്കണ, ഓല് വരി ചേർന്ന, ഓല് വായിക്കണ അൽമനാറിൽ ഇങ്ങനെ പച്ച കുഫിരിയത്ത് എഴുതി വെച്ചത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അതൊന്നും തന്നെയാണ് പേരോട് ഉസ്താദൊക്കെ ബല അണ്ണാക്ക് എപ്പോഴോ തള്ളിക്കൊടുത്ത സാധനമാണ്. പക്ഷേ മൗലവി നുണ പറഞ്ഞു കുടുങ്ങി. അതൊക്കെ പാടൊരു 2 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. ഇതാണ് വഹാബികളുടെ വിശ്വാസം. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ നിങ്ങളുടെ വീട്ടിലൊക്കെ മുസ്ഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ?
പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ല കേട്ടോ. മംഗൾ അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹം എഴുതിയത് എന്താ, അല്ലാഹു തആലക്ക് ശരീരമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 101-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയ ഒരു തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ഒരു വിശ്വാസമുണ്ട്. പേരോട് മുസ്ലിയാരെ സർവ്വ മുജാഹിദുകൾക്കും വേണ്ടി ഒരു വെല്ലുവിളി ഞങ്ങൾ നടത്തട്ടെ നിങ്ങളോട്. എല്ലാ മുജാഹിദുകൾക്കും വേണ്ടിയിട്ട് ഇയാൾ വെല്ലുവിളിച്ചാണ്. പക്ഷേ ഒരൊറ്റ മുജാഹിദും ഇയാൾ മുജാഹിദാന്ന് സമ്മതിക്കണില്ല. അതായത് വേറൊരു തമാശ. എല്ലാ മുജാഹിദുകളുടെയും വക്കാലത്ത് വന്ന ഈ ജിന്ന മുജാഹിദിന്റെ നേതാവിനെ മൂപ്പര ഗ്രൂപ്പ് അല്ലാത്ത 99% മുജാഹിദുകളും മുജാഹിദായി സമ്മതിക്കണില്ല. എന്നാലും മൂപ്പര ഊക്ക് കണ്ടങ്ങൾ പേരോട് ഉസ്താദിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്ന മുതലാണ്. പക്ഷെ അത് ഏതുപോലെയായെന്ന് ചോദിച്ചാൽ പണ്ടൊരു ചങ്ങായി മറ്റൊരാളോട് വാക്കിറക്കാക്കിയാണ്ട് തല്ലുമക്കെത്തി അവസാനം ഒരു ബര വരച്ചിട്ട് പറഞ്ഞു ഇതിനപ്പുറം കടന്ന കാട്ടിത്തരാ. ഓനതിൻ്റെ അപ്പുറം കടന്നു. അപ്പൊ പറഞ്ഞ ആ വരെയല്ല ഇതാണ്. രണ്ടാമതൊന്ന് വരച്ചു. അതും കഴിഞ്ഞ് അത് കുറച്ച് വളഞ്ഞിട്ട് ആ നേരെ ഒന്ന് വരച്ചിട്ടാണ് ഇതിന്റെ അപ്പുറം കടന്ന കാട്ടിത്തരാ. ഓൻ അതിന്റെ അപ്പുറത്തും പോയപ്പോ പറഞ്ഞു ഒന്നാ ചോദിച്ചാണ് പോയിക്കൂടെ. ഇതുപോലുള്ള വെല്ലുവിളി ഞാൻ അവസാനം നോക്കി നിങ്ങള് അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി ഈ ഊക്കൊന്നും നമ്മൾ കാണൂല. അത് എല്ലാ മുജാഹിദുകൾക്കും വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസ രംഗത്ത് മാറ്റം വരുത്തിയെന്ന്. മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്ന വിഷയത്തിന് ഒരു വാദപ്രതിവാദത്തിന് പേരോട് മുസ്ലിയാർ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുക. എല്ലാ മുജാഹിദിനും വേണ്ടി ഈ വാദപ്രതിവാദത്തിന് തയ്യാറാന്ന് പറഞ്ഞ മൗലവി വാദപ്രതിവാദത്തിന് എത്തുമ്പോൾ തന്നെ ഒളു മുറിഞ്ഞു. വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥമൊക്കെ പോണതിന് മുമ്പ് തന്നെ മൂപ്പര ഒളു മുറിയണേ നിങ്ങൾക്ക് കാണാം. അള്ളാന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, മൂപ്പര് പറയുന്നുണ്ട് മുജാഹിദ് അൽമനാർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് മുതലേ മൂപ്പര് മുജാഹിദ് പിരിഞ്ഞു ജിന്നാകണ വരെയുള്ള ഒരു അൽമനാറിലും അള്ളാനെ പറ്റി ഒരു തെറ്റും വന്നിട്ടില്ല എന്നുള്ള കുളൂസാണ് ഇനി പറയുന്നത്. മുജാഹിദിനും വേണ്ടി റെഡി ആവട്ടെ, പഠിപ്പിച്ചരാ എന്താ മുജാഹിദ് നിലപാട്. ഈ വിഷയത്തിലുള്ള ഏതും എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതാണ്. അങ്ങനെ നമ്മൾ ചെറുതൊന്നെടുത്ത് അൽമനാർ 2004 അൽമനാർ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു അള്ളാഹ്ക്ക് ഭാഗമുണ്ട് നിങ്ങൾ പച്ച മലയാളത്തിൽ എഴുതിയിരിക്കണം. എന്നാൽ അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് പറയുന്നത് കുഫറാണ് എന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. ഈ എഴുതിയ ആളാണെങ്കിലോ KNM തെറ്റിയാണ്ട് നിങ്ങളൊപ്പം പോകുന്ന ആളാണ്. ആള് മരിച്ചും പോയിക്കണേ. അയാൾ കാഫിറായിട്ടാണോ മുസ്ലിം ആയിട്ടാണോ മരിച്ചതെന്നൊക്കെ ഒരു കുണ്ടാമണ്ടി തന്നെയല്ലേ. ഔദ്യോഗികമായ ഏതും എടുക്കാം. മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായി പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ 2012 വരെ ഔദ്യോഗികമായ ഏതൊക്കെ എടുക്കാം. 2012 ശേഷമുള്ള അൽമനാർ അത് എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നില്ല, ഞങ്ങൾ വായിച്ചു നോക്കലില്ല. 2004 അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ വഹാബികൾ വീണ്ടും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഇരു കൈകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 2 കൈയുണ്ട്. ആ 2 കൈയിനെ കുറിച്ച് വഹാബികൾ പറയുന്നത് ഇരു കൈകളും അഥവാ ഇരുഭാഗവും വലതുഭാഗമാണ് എന്നാണ്. വഹാബി സഖാഫി പേജ് എടുക്കാം. ഇതിന്റെ ശേഷം അയാൾ ഇന്ന് വരെ വഹാബ് സക്കാബി എന്നുള്ള പേര് അയാളെ തൊള്ളോണ്ട് പറഞ്ഞ് ഞങ്ങൾ കേൾപ്പിച്ചെന്ന വഹാബികളെ നിങ്ങൾക്ക് കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് മുടി കുറച്ച് തരും ഞാൻ. ഇന്ന് വരെ പിന്നെ ഈ പേര് അയാൾ പറഞ്ഞിട്ടില്ല. അൽമനാറും ഈ അൽമനാറിലെ ദൈവവിശ്വാസവും പിന്നെ അയാൾ മുണ്ടിയിട്ടില്ല. പിന്നെണ്ടോ പേരോട് ഉസ്താദിനെ പറ്റി മുണ്ടാണ് തീരെ മുണ്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് നിങ്ങൾ ആലോചിക്കുക. 2012 മുമ്പാണല്ലോ ഈ 2004. നമ്മളൊരു ചെറിയ സാധനം എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ മൗലവിന്റെ ഒളു മുറിയാണ്. ഈ 2 കൈയും വലതുഭാഗത്താകുന്നു. മൂപ്പരവക 2 കൈയും വലതുഭാഗത്താകുന്നു എന്ന് മുജാഹിദികൾ എഴുതിയിട്ടില്ല. നല്ല ഒന്നാം തരം ജിന്നു മുജാഹിദ് എഴുതിയിരിക്കണം. ഇഞ്ച വകയല്ല, അത് നിങ്ങളെ വക നിങ്ങൾ ഉണ്ടാക്കിയ പച്ച കുഫ്രിയത്താണ് അൽമനാറിൽ. അതുകൊണ്ട് ഭാഗം എന്നത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിക്കണെന്ന് മാത്രമല്ല, ഇന്ന് വരെ ആ പച്ച കുഫ്രിയത്ത് നിങ്ങൾ അൽമനാറിൽ നിന്ന് നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. ആ അൽമനാറിലെ ലേഖനം വീണ്ടും നിങ്ങൾ പുസ്തകമായി പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലും ഈ പച്ച കുഫ്രിയത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതിയ നിങ്ങളുടെ സുല്ലമി മൗലവി ഉണ്ടല്ലോ ജിന്നു മുജാഹിദുകള്, അയാൾ മരിക്കണീന്റെ മുമ്പ് അത് മാറ്റിയതായും ഞങ്ങൾ കണ്ടിട്ടില്ല. മൗലവി മറുപടി പറയണം. എന്താ? അൽമനാറിൽ നിങ്ങൾ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2004 അൽമനാറിൽ വഹാബികൾ പറയാണ് അള്ളാഹുവിന്റെ ഇരു കൈകളും അഥവാ ബ്രാക്കറ്റിൽ ഇരുഭാഗവും. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത്, വലത്തുണ്ട് എന്നുമല്ല പറഞ്ഞത്, വലതു ഭാഗത്തുണ്ട് എന്നാണ്. എങ്കിൽ ഈ അൽമനാർ കക്ഷത്തിലിറക്കി നടന്ന വഹാബികളെ ഒന്നുകൂടി പൊന്നാനിയിൽ കൊണ്ടുപോകണ്ടേ?
പറഞ്ഞേരി മുജാഹിദേ, കൊണ്ടോണ്ടേ നിങ്ങളെ പള്ളിത്തൊടൂല് മറവെയ്യാൻ പറ്റുമോ? നിങ്ങളെ ഈ വിശ്വാസം പേറി മരിച്ചുപോയോലൊക്കെ മതേതാ, ഷഹാദത്ത് കലിമ ഏതാ? നിങ്ങളാദ്യം നിങ്ങളെ അടുക്കളയിലെ തിജൊന്ന് കെടുത്തി, എന്നിട്ട് വേരി താനൂരങ്ങാടിക്ക് പോത്തും കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചതിനേക്കാളും വിഡ്ഢിത്തല്ലടോ ഞങ്ങൾക്ക് തൊഴുത് പഠിപ്പിച്ചാൽ നിങ്ങൾ ഈ മുറിമൊല്ലമാര് വരുന്നത്. 1950 മുതൽ 2012 വരെ അൽമനാറിൽ ആശയവിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട മുഴുവനും ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ട്, ഏറ്റെടുക്കാൻ. അതാണ്. പിന്നെ നമ്മളാണ് മൂന്നാമത്തെ വര വരച്ചപ്പോ മൂപ്പര് പറഞ്ഞു, ഒന്നാ നിങ്ങളോട് പോയിക്കോളി. ആൽമനാറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് പറഞ്ഞു തരണ്ടേ? ആരും പറഞ്ഞില്ല, അപ്പൊ നമ്മൾ കണ്ടില്ല. ഇപ്പൊ അങ്ങനെ ഒന്നതിലുണ്ട് കേട്ടോ എന്ന് മൂപ്പര് സമ്മതിക്കാണ്. എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നല്ല, ഉണ്ടോ അല്ലേ എന്ന് പറ ചങ്ങായി. ഉണ്ടോ ഇല്ല, ഈ സെക്കൻഡ് വരെ നിങ്ങളത് പിൻവലിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ ലേഖനങ്ങൾ പിന്നെ പുസ്തകമാക്കിയപ്പോൾ അതിലും ഈ പച്ച കുഫിരിയത്ത് തിരികെ വെച്ചിട്ടില്ലേ? സ്വന്തം അണ്ണാക്കിൽ പച്ച കുഫിരിയത്ത് തിരികെ വെച്ചിട്ട് ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് വിളിക്കാൻ ഉളുപ്പ് വേണം ഇച്ചിരിയൊക്കെ. ഏയ് ഒരു പ്രശ്നമില്ല, പച്ച കുഫിരിയ തൽമനാറിൽ എഴുതിയേക്ക, എന്നിട്ട് അത് ഇന്ന് വരെ തിരുത്താതക്ക, എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാ ഒരു പ്രശ്നമില്ല. ആർക്ക്? ഈമാനുള്ളവർക്കുണ്ട്. അല്ല, അപ്പൊ പിന്നെ നിങ്ങൾ ഈ അൽമനാറിൽ ചേകന്നൂരിന്റെ നിലപാടാ എഴുതല്? ഈ അൽമനാറിൽ ക്രിസ്ത്യൻസിന്റെ നിലപാടാ എഴുതല്? അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം നമ്മൾ വായിച്ചാൽ അതിൽ ഏതാ നിങ്ങളെ നിലപാട്, ഏതാ ചേകന്നൂരിന്റെ നിലപാട്, ഏതാ കാദ്യാനിന്റെ നിലപാട് എന്ന് അറിയാം. എന്താ ഞങ്ങൾക്ക് മാനദണ്ഡം? എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുതല മുജാഹിദ് പ്രസ്ഥാനം എഴുതി വെച്ച എന്തിനേയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. അതാണ്. പക്ഷെ മൂന്നാമത്തെ വര വരച്ചപ്പോ മൂപ്പര് പറഞ്ഞു, ഒന്നാ ഇജ്ജണ് പോയിക്കൂടെ. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു അബദ്ധവും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു അബദ്ധവും വന്നിട്ടില്ല. ഒരു അബദ്ധവും വന്നിട്ടില്ല. ഒരു അബദ്ധവും വന്നിട്ടില്ല. ഒരു അബദ്ധവും വന്നിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള വിശ്വാസമാണിത്. അലം തറ കൈഫ വറബല്ലാഹ്, യഥാർത്ഥ അല്ലാഹുവിലുള്ള വിശ്വാസം എങ്ങനെയാണ്? കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. അതൊരു ആരോഗ്യമുള്ള വൃക്ഷമാണ്, അടിവേരുള്ള വൃക്ഷമാണ്, ശിഖിരങ്ങളുള്ള വൃക്ഷമാണ്. മാലഹാ മിൻ ഖറാർ, ഒരിക്കലും ഒരു കൊടുങ്കാറ്റിലും അത് ഇളകൂല, അനങ്ങൂല, അത് മറിഞ്ഞു പോകൂല, മാറ്റപ്പെടൂല. എന്നാൽ ചീത്തയായ നിർമ്മിതമായ വിശ്വാസങ്ങൾ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. കശജറത്തിൻ ഖബീസ, അതൊരു ദുർബലമായ ചീത്തയായ ചെടിയെ പോലെയാണ്. ഉജ്തുസ്സത്ത് മിൻ ഫൗഖിൽ അർളി മാലഹാ മിൻ ഖറാർ. മാലഹാ മിൻ ഖറാർ, അത് ഈ ഇന്നലെ പെയ്ത മഴക്ക് മുളച്ച തവര ഇന്നത്തെ വെയിലിന് വാടും എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ കണ്ട വിശ്വാസം അവരിൽ നാളെ കാണൂല, നാളെ കണ്ടത് മറ്റന്നാളെ കാണൂല. സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള വിശ്വാസം, ഷഹാദത്തിന്റെ കലിമയിലുള്ള വൃത്തികെട്ട വിശ്വാസങ്ങളും വൈരുദ്ധ്യങ്ങളും പച്ചയായ ജഹാലത്തുകളും പേറുന്ന വഹാബി പുരോഹിതന്മാർ. ഇനി അതിലും വലിയ രസം അതെന്താ? ഞങ്ങളുടെ വഹാബികളുടെ ബുക്ക് സ്റ്റാളിൽ ചെന്നുകൊണ്ട് നമ്മൾ 2 ബുക്ക് വാങ്ങിയാല് ആ 2 ബുക്കിൽ 2 കോലത്തിലെ പടച്ചോൻ. ഇങ്ങനെ ലോകത്ത് വഹാബീസ് അല്ലാത്ത ഏതെങ്കിലും ഒരു മതം ഉണ്ടാവോ? ക്രൈസ്തവ മതമുണ്ടോ? ഹൈന്ദവ മതമുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരാശയം ഇക്കോലത്തിലുണ്ടോ? എവിടെയാണുള്ളത്? KNM എന്ന് പറയുന്ന വഹാബി സംഘടന പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഉണ്ട്. ഇന്നത്തെ 12,000 മുജാഹിദ് ഗ്രൂപ്പുകൾക്കും ഒരുപോലെ ആധികാരികമായ ഖുർആൻ പരിഭാഷയാണ്. ആ ഖുർആൻ പരിഭാഷയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് മൗലവിമാര് പറയുന്നത് എന്താണ്? മൗലവിമാര് പറയുന്നുണ്ട്, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു
അള്ളാഹു അർഷിന്റെ അധികാരസ്ഥനായി, അള്ളാഹു അർഷിന്റെ അധികാരിയാണ് എന്നർത്ഥം വരുന്ന ആ നിലക്ക് പ്രയോഗിക്കേണ്ട ഒരു ആശയത്തെ അമാനി മൗലവി വ്യക്തമായി പറയാണ്. അള്ളാഹ് അർഷിൽ അവൻ ആരോഹണം ചെയ്തു എന്ന വാക്യത്തിന്റെ ബാഹ്യാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹ് അർഷിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അപ്പൊ ഇയാൾ ഈ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ പറയണേ അള്ളാഹ് ആകാശത്തിരിക്കുക എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാലോ അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. അത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമാണ്. ഇനി അതേ ബുക്ക് സ്റ്റാളിൽ വേറൊരു ബുക്ക് ഉണ്ടാകും, ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറഞ്ഞൊരു ബുക്ക്. അതാരാ പ്രസിദ്ധീകരിച്ചത്? ഇതേ കയന്നമാണ്. ആരാണ് അത് എഴുതിയത്? ഇതേ മുജാഹിദിന്റെ മറ്റൊരു പുരോഹിതനാണ്. ആ പുരോഹിതൻ എഴുതുന്നത് എന്താണ്? സിംഹാസനത്തിൽ അള്ളാഹ് ഇരുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അത് അവരുടെ വിവരക്കേടാണ്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചാൽ ഉമർ മൗലവിയുടെ പുസ്തകത്തിലുള്ള അള്ളാഹ് കുഫ്ർ, ഉമർ മൗലവിയുടെ പുസ്തകത്തിലുള്ള അള്ളാഹനെ മനസ്സിലാക്കിയാൽ അമാനി മൗലവിയുടെ പരിഭാഷയിലുള്ള ദൈവം കുഫ്ർ. മാലഹാ മിൻ ഖറാർ. നിങ്ങൾ ആലോചിച്ച്, ഒരു ബുക്ക് സ്റ്റാളിലാണ്, ഒരേ മുജാഹിദ് സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് സഹോദരന്മാരെ രണ്ട് പടച്ചോനുള്ളത്. എന്നിട്ട് എങ്ങനെ ഈ രണ്ട് പടച്ചോണ്ടായത് അറിയോ? ആദ്യമൊക്കെ മര്യാദയ്ക്ക് വിശ്വസിച്ച വഹാബികൾക്കിടയിൽ ഒരു പുതിയ വിശ്വാസം ഉണ്ടായി, അള്ളാഹ് ആകാശത്താണ്. അതെങ്ങനെ ഉണ്ടായതാ? ഊഹം വെച്ച് ഉരുട്ടിണ്ടാക്കിയതാണ്. ഊഹം വെച്ച് ഉരുട്ടിണ്ടാക്കിയതാണ്. അതിനെന്താ ഒരു മൗലവി ന്യായം പറയുന്നത്? നിങ്ങള് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവി പറയാണ് അള്ളാഹ് ആകാശത്താണ്. അമാനി മൗലവി പറയണ അങ്ങനെ പറഞ്ഞാൽ അത് അള്ളാഹനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. എന്നിട്ട് ബാലുശ്ശേരി പറയാണ്, എന്താ പറയണ നിങ്ങള്? അള്ളാഹ് ആകാശത്താന്ന് പറയാൻ മൂപ്പരെ ന്യായം എന്താണോ? അതുകൊണ്ടല്ലേ നമ്മൾ ദ്വാരക്കുമ്പോ കൈ മുകളിലേക്ക് പൊന്തിക്കണത്. അള്ളാഹ് മുകളിലേക്ക് പൊന്തിക്കണത് അള്ളാഹ് ആകാശത്തായതുകൊണ്ടല്ലേ. അപ്പൊ മൗലൈമാരിഞ്ഞ് ചിലപ്പോൾ നാളെ പറയും മിഹ്റാബിന് നമ്മളൊരു ഓട്ടുണ്ടല്ലോ മേലെ, മിഹ്റാബിന്റെ മോളൊരു ഓട്ടുണ്ടാവും. അത് മൂലയുടെ മീറാബ് ഇങ്ങനെ ദ്വാരക്കുമ്പോ ചോദിച്ചതൊക്കെ ആകാശത്തുനിന്ന് ഒരു ചാക്കിൽ കെട്ടി അള്ളാഹ് ഇറക്കി കൊടുക്കാൻ വെച്ച ഓട്ടയാണ് എന്നിട്ട് പറയുമെന്നറിയില്ല. മൗലവിന്റെ ന്യായം നോക്കുങ്ങള്. അള്ളാഹ് ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലും വന്ന് ഇങ്ങനല്ലേ? ഇങ്ങനെ ഏയ് ഞമ്മക്ക് തൗഹീദ് പറഞ്ഞു തരാൻ വന്ന ചേരക്കാത് തനി ജാഹിലേ. ഇങ്ങനെ ആർക്കും മനസ്സിലാവും. ആർക്കാ ചങ്ങ ഇത് മനസ്സിലാകുക? ഇയാൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കണ്ടേ നമ്മളെ ഈ പണ്ട് ലേലം വിളിച്ചണ റമദാൻ ബേലൊക്കെ ഉണ്ടല്ലോ അന്തിക്ക്, ആ ബേലിനൊക്കെ പണ്ട് നമ്മളെ കണാരുണ്ടാവും, കുമാരുണ്ടാവും, ജോസഫ് ഉണ്ടാവും, ലേലം പുളിയൊക്കെ കൂടിയിട്ട് സന്തോഷിച്ച് പിരിയണാണ്. ഓലൊക്കെ സംഭാവന എന്നുകാണ്ട് പലയിടത്തും നമ്മൾ വള്ളി ഉണ്ടാക്കിക്കണല്ലോ. അപ്പൊ ഇയാൾ ഈ പ്രസംഗം കേട്ടപ്പോ പണ്ടത്തെ മൗലിയാരെ ഈ വയലൊക്കെ അല്ല അങ്ങനെ ആരും മാതിരിയല്ല എന്നൊക്കെ കേട്ട രൂപത്തിൽ മൗലവിനോട് ചെന്നിട്ട് പറഞ്ഞു, മൗലവി അപ്പളെ നിങ്ങൾ അള്ളാഹ് ആകാശത്താണോ? ബാലുശ്ശേരി പറഞ്ഞു ആണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ദ്വാരക്കുമ്പോ കൈ പൊന്തിക്കുന്നത്? അതെ. അപ്പം മൗലവി നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് ഏറ്റവും അടുക്കൽ റിവേഴ്സ് ഗിയറിലല്ലേ? കാരണം എന്താ? അഖർബമായ കൂനുൽ അബ്ദു ഇലല്ലാഹ്, ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായി അടുക്കുന്ന സമയം സുജൂദ്, അത് സുജൂദാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ സുജൂദ് എങ്ങനെയാ? മുന്ന് ബേക്കും ബേക്ക് മേലക്കുമാണ് അല്ലേ? മുന്ന് താഴേക്കും ബേക്ക് മേലക്കുമാണ്. അപ്പൊ ഈ കണാരം കുട്ടി മൗലവിനോട് ചോദിച്ചു, അല്ല ഇങ്ങനെയാവുമ്പോ നിങ്ങൾ റിവേഴ്സ് ഗിയറിലല്ലേ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുക? ഇത് സനതൊന്നും ചോദിക്കണ്ട, അങ്ങനെ ഒരാൾ ചോദിച്ചാലുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ഊഹം വെച്ച് ഉരുട്ടിണ്ടാക്കുന്ന വികൃത വിശ്വാസങ്ങളെ അള്ളാന്നോ ആണ്ടവർ എന്നോ ഗോഡ് എന്നോ അള്ളാ എന്നോ പേരിട്ടാൽ അത് ഇസ്ലാമാകൂല, അത് ഷഹാദത്ത് കലിമയാകൂല. അല്ലാഹുവിൽ നീ വിശ്വസിക്കലാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ. അത് വഹാബികളുടെ ഒള്ളു മുറിഞ്ഞിക്കണേ. എന്തുകൊണ്ടാണ് വഹാബികളുടെ ഒള്ളു അവരെ മുറിയാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നമ്മൾ അള്ളാഹിനെ പരിചയപ്പെടേണ്ടത്. അള്ളാഹിന്റെ റസൂലിനെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് അള്ളാഹിനെ തിരിച്ചറിയാൻ കഴിയൂല. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അന്നാസാകുന്ന സ്വഹാബ, ഹബീബായ തങ്ങളെ എങ്ങനെയാണ് ഈമാൻ കൊണ്ടിട്ടുള്ളത് അതുപോലെ ഈമാൻ കൊള്ളണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈമാനുള്ളവർ അതങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയാണ്. എന്നാൽ ഈമാൻ ഇല്ലാത്ത ആളുകൾ എന്തു പറയും? അനുമിനു കമാ ആമന സുഫാ. വിഡ്ഢികളായ ആളുകള്, യാഥാസ്ഥികന്മാരായ ആളുകള്, ഖുറാഫികളായ ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് പറയാ, ഹബീബായ തങ്ങളെ ഉമ്മനീരിന് പുണ്യുണ്ട് എന്ന് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാ, അസാധാരണക്കാരനാന്ന് പറയാ. ഈ ജാതി ഖുറാഫാത്തും ഖുബൂരിയത്തൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആമിനൂ കമാ ആമനന്നാസ്, അള്ളാന്റെ ഹബീബിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളലാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാന്റെ ഹബീബ് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാറില്ല. അള്ളാന്റെ ഹബീബ് തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്യാറില്ല. അള്ളാന്റെ വഹി പ്രകാരമല്ലാതെ, അള്ളാന്റെ ഓർഡർ പ്രകാരമല്ലാതെ ഹബീബായ തങ്ങൾ ചിന്തിക്കാറില്ല, അവിടുന്ന് ചലിക്കാറില്ല. ഇതാണ് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മളെ ചുഴലി പറയുന്നുണ്ട്, മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഒരു സയൻസ് റസൂലുള്ളക്കാരുണ്ട് എന്നാ. ഒരു കൂട്ടരല്ല, വഹാബികൾ മൊത്തം സയൻസ് റസൂലുള്ളയെ വിശ്വസിച്ചവരാണ്. തൊള്ളോണ്ട് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുകയും മനസ്സുകൊണ്ട് സയൻസ് ആണ് റസൂൽ എന്ന് പറയുകയും ചെയ്യുന്ന കക്ഷികളാണ്. സാക്ഷാൽ ചുഴലി തന്നെ പറയാൻ. അങ്ങനെ ഉണ്ടല്ലോ, കൂടെ കിടക്കണോനല്ലേ ഈ രാപ്പനിയൊക്കെ മട്ടം പോലെ അറിയാ. ചുഴലി പറയട്ടെ. വളരെ ഗ്രൂപ്പ് ബുദ്ധിക്ക് വഴിപ്പെട്ടു, ലോജിക്കിന് വഴിപ്പെട്ടു. എല്ലാ ഗ്രൂപ്പും ലോജിക്കിലാ. അതുകൊണ്ടാണ് ഖുത്ബ പ്രസംഗല്ലേ, അത് തിരിയേണ്ടിയതല്ലേ, അപ്പൊ അത് മലയാളത്തിലല്ലേ എന്ന് പറഞ്ഞത് പച്ച യുക്തിവാദമാണ്. ഖുത്ബ ഇബാദത്താണ്, അത് ഷർത്തൊപ്പിച്ചു ചെയ്യേണ്ടതാണ്, അത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പോലെ ചെയ്യേണ്ടതാണ്. ഇതാണ് മതം. മറ്റത് യുക്തിയാണ്, സകല വഹാബിസം യുക്തിയാണ്, മതം അതിലില്ല. ഇപ്പോഴും ഉണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളക്കാര് എപ്പോഴും ഉണ്ട്. മുജാഹിദ് ആകണമെങ്കിൽ സയൻസ് റസൂലുള്ള ആകണം. അവർക്ക് ബുദ്ധിയാണ് പ്രമാണം. അതെ, വഹാബിയക്ക് ബുദ്ധി അല്ലാതെ എവിടെയാ പ്രമാണം വേറുള്ളത്? നിങ്ങൾ ഖുതുബ അറബിയിലാകണമെന്ന് പറയാൻ ഖുർആനിൽ ഒരായത്ത് തരുമോ, ഒരു ഹദീസ് തരുമോ? അതിപ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. ഖുതുബ മലയാളത്തിലാണ് ഓതാൻ എവിടെയാണ് തെളിവ്? നിങ്ങൾ തമ്മിൽ ചോദിക്കണില്ലേ? അപ്പൊ എവിടെ ആയത്ത്? നിങ്ങളുടെ ഓരോ വിശ്വാസത്തിന്റെയും അടിത്തറ യുക്തിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഗ്രൂപ്പ് നിലനിൽക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിനായിരിക്കും പ്രത്യക്ഷമില്ല. ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമയിൽ നിങ്ങൾ ഓരോ മൗലവിക്കും ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നിങ്ങൾക്ക് ഓരോ കൊല്ലത്തിൽ ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. സ്ഥിരമായ വിശ്വാസമില്ല. അതിന്റെ ചെറിയ സാമ്പിളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു 10 കൊല്ലത്തെ അൽമനാർ എടുത്ത് വായിച്ചാണ്ടല്ലോ 10,000 കൊല്ലത്തിലെ പഠിച്ചോ വഹാബിയൊക്കെ ഉണ്ട്. ഷഹാദയിലേക്ക് വരുമ്പോൾ സയൻസ് റസൂലുള്ളയാവും. സയന്റിഫിക്കലായിട്ട് നല്ലതാണ്, ഞാൻ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ആലോചിക്കട്ടെ. ഇല്ല, അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. അതാണ് ഇങ്ങക്ക് ബാത്തിലാകാത്തൊരു ഷഹാദത്തുള്ള മൗലവി ആരാണ്? സ്വഹീഹായ ഷഹാദത്തുള്ള ഒരു മുജാഹിദ് ഗ്രൂപ്പ് ഏതാണ്? ഇനി സയൻസ് റസൂലുള്ളക്കാരുടെ വിശ്വാസം നിലപാട് എന്താ? നിങ്ങളെ മക്കത്തെ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുക്കത്തെ മുഹമ്മദും ഒരുപോലെയാണ് എന്ന് പറയുന്ന ആളുകൾ മുജാഹിദുകളിൽ ഉണ്ടുപോൽ. ഇയാള് പഴയ സുന്നിയ, പിന്നെ തെബിലീക്ക് ചാടിയതാ, പിന്നെ ആടെന്തറിഞ്ഞു അങ്ങാടി വാണിവം എന്നറിയാതെ, ആട്ടം കാണാതെ, കഥയറിയാതെ ആട്ടം കണ്ട് വഹാബിയിൽ എത്തിപ്പെട്ടു പോയ പോയത്തക്കാരനാണ്. അതുകൊണ്ട് ഇപ്പൊ അയാളെ അകത്ത് അയാളൊക്കെ പിന്നെ ഒക്കത്തിരുത്തണോ നിലത്ത് വെക്കണോ എന്നുള്ള കുഞ്ഞിരായും കുടുക്കിലാണ് സകല മുജാഹിദ് ഗ്രൂപ്പ്. ഇരിക്കട്ടെ, അയാൾ പറയണേ, എന്താ പറയണത്? മക്കത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കത്തെ മുഹമ്മദ് പോലെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്.
ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രം മനസ്സിലാവില്ല. അവര് പറയും മക്കത്തെ മുഹമ്മദും മുക്കത്തെ മുഹമ്മദും രണ്ടും ഒരുപോലെയാണ്. അതാണ് ആർക്കാണ് മക്കത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുക്കത്തെ മുഹമ്മദിൽ നിന്ന് വ്യത്യസ്തമായ മക്കത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസമുള്ള ഒരൊറ്റ മുജാഹിദ് ഗ്രൂപ്പ് ഉണ്ടോ വഹാബികളെ? ഒരൊറ്റ മുജാഹിദ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സാധാ മനുഷ്യരോട് സാമ്യപ്പെടുത്തിയുള്ള വിശ്വാസമാണ് എന്നതിന് ഓരോ മുജാഹിദ് ഗ്രൂപ്പിൽ നിന്നും 1000 തെളിവ് ഞങ്ങൾ തരും. ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചെന്ന മുതലേ നേരത്തെ പറഞ്ഞ ഒരു മാനസിക രോഗമാണ് അലോപ്പതി ചികിത്സ നടത്തുമ്പോൾ അവർക്ക് വാദപ്രയോഗം നടത്തിയാൽ അവർ ശരിയാവില്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ മിടുക്കന്മാരായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയും, തൗഹീദ് അള്ളാഹ് ഖുർആന് പുട്ടിന് രേഖിടും പോലെ ആയത്ത് ഇതൊക്കെ പറയും. പക്ഷേ ആളെ കൽബില് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാതെ പോയാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇല്ല. എത്തുമ്പോൾ മക്കത്തെ മുഹമ്മദും മുക്കത്തെ മുഹമ്മദും ആവും. ഇനി മക്കത്തെ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കത്തെ മുഹമ്മദും ഒരുപോലെയാണ് എന്ന് പറയുന്ന മുജാഹിദിനെ ഉടലോടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താണ് ആ മൗലവി പറയണത്? ഏത് മൗലവിയാ? ഇവിടെ നമുക്ക് തൗഹീദ് പറഞ്ഞു തരാമെന്ന ചരക്ക് ചങ്ങായി എന്താ പറയണ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനതാദളിലായിരുന്നു INL-ലായിരുന്നു ആണ് നല്ല. ഞാൻ വിചാരിച്ചു നമ്മളെ പാർട്ടിക്കാരനാണ് നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നമുക്കൊന്ന് ഒപ്പം കൂടാൻ ആരും കരുതും വേണ്ട. മറിച്ച് പറഞ്ഞത് എന്താണ്? പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ മുഹമ്മദ്. നഊദു ബില്ലാഹ്. കാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനാണ്. ഇതിലപ്പുറം മുക്കത്തെ മുഹമ്മദിനെ പോലെ എന്ന് പറയാൻ വേറെ വാചകങ്ങൾ വേണോ മുസ്ലിമേ? അള്ളാന്റെ റസൂല് മുക്കത്തെ മുഹമ്മദിനെ പോലെ ജനിച്ചവനാണോ? ഹബീബായ തങ്ങള് മുക്കത്തെ മുഹമ്മദിനെ പോലെ ജീവിച്ചയാളാണോ? വലദത്തു വലം തജിദ് ലി ഹംലിഹി അലമൻ വലാ സിഖലാ. ആമിന ഉമ്മ ബീവി അവിടത്തെ ഗർഭം ധരിച്ചപ്പോ മഹദിയായ ആമിന ബീവിക്കൊരു സാഹബ് ഗർഭസ്ഥാവസ്ഥയിലെ വേദന പോലും നൽകാതെ റഹ്മത്ത് ചെയ്ത നേതാവാണ്. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദോ. സുറുമ എഴുതപ്പെട്ട് ലോകത്ത് ജനിച്ചു വീണ നേതാവാണ്. മാർഗകല്യാണം കഴിച്ച് ലോകത്ത് പിറന്നു വീണ നേതാവാണ്. അതെ, ഈ മദീനയുടെ തെരുവിലൂടെ കടന്നു പോകുമ്പോ എന്നോട് ഈ തെരുവിൽ നിന്ന് കല്ല് സലാം പറയാറുണ്ട് സ്വഹാബ. അള്ളാന്റെ ഹബീബിനോട് കല്ല് സലാം പറയാൻ. അള്ളാന്റെ ഹബീബ് ജനിക്കുമ്പോൾ മാർഗകല്യാണം കഴിച്ച നിലയിൽ ജനിക്കുകയാണ്. എന്നാ മക്കത്തെ ഹബീബ് തങ്ങളല്ലാതെ മുക്കത്തെ മുഹമ്മദ് ഇങ്ങനെ ജനിച്ചിട്ടുണ്ടോ? മൊയ്ന്ത് മൗലവിമാര് ആരെയാ നിങ്ങൾ തൗഹീദ് പഠിപ്പിക്കാൻ വരുന്നത്? പച്ചയായ വികൃതമായ പാഷാണങ്ങളെ കുഫ്രിയത്തിനെയും മുനാഫിക്ക് നിഫാക്കിയത്തിനെയും ഇസ്ലാമായി പരിചയപ്പെടുത്തി യഥാർത്ഥ വിശ്വാസികളെ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടല്ലേ? പണം ചെലവിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വഹാബി പുരോഹിതന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കേവലം അതങ്ങനെയുള്ള വർത്തമാനങ്ങൾ മാത്രമല്ല, ഒരു മൗലവി പറയുന്നത് നോക്കൂ മുസ്ലിമീങ്ങളെ. മക്കത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുക്കത്തെ മുഹമ്മദ് ഒരുപോലെയല്ലേ? അതുകൊണ്ട് മുക്കത്തെ മുഹമ്മദ് വന്നിട്ട് പറയണേ, ഞാൻ ഇന്നലെ വണ്ടിയൊന്നുമില്ലാതെ വാഹനമൊന്നുമില്ലാതെ അമേരിക്കയിൽ പോയി വന്നു എന്ന് പറഞ്ഞു. നമ്മൾ പറയും ഏത് പോയത്തക്കാരൻ എങ്ങനെ എങ്ങയച്ചു പോയത്, ഏത് ബൈക്കാച്ചു പോയത് എന്ന് ചോദ്യം ചെയ്യൂലേ? അല്ലാതെ മുക്കത്തെ മുഹമ്മദ് ഞാൻ ഇന്നലെ അന്തിക്ക് നേരം വെളുക്കണതിന്റെ മുമ്പ് അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു പറഞ്ഞാൽ മൂക്കുകപ്പെട്ട ഏതെങ്കിലും മനുഷ്യന്മാരെ വിശ്വസിക്കോ? എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം
الذي باركنا حوله لنريه من آياتنا. അതേ കാതങ്ങൾക്കപ്പുറമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഹറമിൽ നിന്ന് ഹബീബായ തങ്ങൾ രാപ്രയാണം നടത്തുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പെർമിഷൻ ഇല്ലാത്തടത്ത് പോയി തിരിച്ചു വന്ന ഹബീബ് റസൂലുള്ളാഹ് തങ്ങള് വിശ്വാസികളോട് ആ വിവരം പറയാണ്. അത് കേട്ടപ്പം മക്കക്കുഫാറുകൾക്ക് വലിയ ലഹരിയായി. എന്താ, അതൊരു വഹാബിന്റെ കയ്യിൽ ഒരു വലിയന്റെ കറാമത്ത് പറയുന്ന ക്ലിപ്പ് കിട്ടിയുള്ള സന്തോഷം. ആർക്ക്? വഹാബ്, അന്നത്തെ കുഫാറുകൾക്ക്. കാരണം എന്താ, ഓല അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്താണെന്ന്. എന്നാൽ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളത് പറയുമ്പോൾ കുഫാറുകൾ അത് ഏറ്റുപിടിക്കുകയാണ്. എന്നിട്ടതാ ഒരു സംഘം ആളുകൾ സിദ്ദീഖ് തങ്ങളടുത്ത് ചൊല്ലുന്നു, ഇതുവരെ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു, ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിച്ചു, എന്നാൽ ഇത് വിശ്വസിക്കാനും നിങ്ങൾ തയ്യാറാണോ? എന്തു പറ്റി? ഇന്നലെ രാത്രി ഇവിടുന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സയിലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് എവിടേക്കോ ആകാശത്തു കൂടെയൊക്കെ പോയി വന്നു എന്നല്ലേ ഇപ്പം നിങ്ങളെ നേതാവ് പറയുന്നത്? ഒരൊറ്റ ചോദ്യമേ സിദ്ദീഖ് തങ്ങൾക്കുള്ളോ? എൻ്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുഫാറുകളെ ഉണ്ട് സിദ്ദീഖേ, ഓൽക്ക് ആവേശമായി. ഇപ്പം ഗ്രൂപ്പ് വിടും വിചാരിച്ച് നിന്നതാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. സദ്ദഖ്തു യാ റസൂലല്ലാഹ്, അത് വിശ്വസിക്കുകയാണ്. എന്നാൽ പച്ചയായി മാപ്പിള തറവാട്ടിൽ ജനിച്ച് കാഫിറായി ചത്തുപോകുന്ന ഗതികെട്ട വികൃത വിശ്വാസം ഈ ഉമ്മത്തിൽ തൗഹീദിന്റെ പേരിൽ വഹാബി പുരോഹിതന്മാർ പ്രചരിപ്പിക്കുകയാണ്. ഒരു മൗലവി പറയണേ, ആരെന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യണം. ഓക്കെയാണ്, മുക്കത്തെ മുഹമ്മദോ അബൂക്കരോ വല്ലതും ബടായി പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു ബോധ്യപ്പെട്ടിട്ടേ വിശ്വസിക്കുള്ളൂ. എന്നാൽ മക്കത്തെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി പറഞ്ഞാൽ പിന്നെ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹി പ്രകാരമല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ ഒന്നും പറയാറില്ല. ഈ പച്ച കുഫ്റ് മൗലവി പറയണം, ആരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യണം. ഏറ്റവും വലിയ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ഹബീബായ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പാടില്ല. ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചാലോ അത് റസൂലുള്ളാഹിനെ ദൈവമാക്കലാണ് പോൽ. പെടാത്തവൻ പടച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി, അതല്ല നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി നിങ്ങൾ അനുകരിക്കുന്നുവെങ്കിൽ അതിന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കാരണം മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, മുക്കത്തെ മനുഷ്യനല്ല, മദീനത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ, ഈമാനുള്ള ആണിനും പെണ്ണിനും യോജിച്ച കാര്യമല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറാ, പിന്നെ അവനാന്റെ വക ഒരു ചോദ്യം, അവനാന്റെ വക ഒരു ആലോചന, അവനാന്റെ വക ഒരു ചിന്ത, അത് ഈമാനുള്ളവന്റെ നിലപാടല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇസ്ലാമിക തറവാട്ടുന്ന് കുഫറിലേക്ക് ഈ ഉമ്മത്തിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വികൃത വിശ്വാസങ്ങളെ തൗഹീദ് എന്ന് പറയുന്ന സുന്ദരമായ വിശ്വാസത്തിന്റെ ലേബലിൽ വിറ്റഴിക്കുന്ന കപടന്മാരാണ്, പച്ചമരുന്നുകാരാണ് വഹാബി പുരോഹിതന്മാരെന്ന് ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. ഇനി അങ്ങനെ പറയുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ഹദീസുകളെ വഹാബികൾ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹബീബായ തങ്ങളൊരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് വഹാബികൾക്ക് സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ട് പോൽ.
എന്താണ് ഹദീസ് സ്വഹീയാകാനുള്ള നിദാന ശാസ്ത്രങ്ങളൊക്കെ സ്വീകാര്യമായി വന്നാൽ പോലും മൗലവിമാര് പറയാണ് പച്ച കുഫ്രിയത്ത് പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകള്, ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാലും ആ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വീകാര്യമായാലും ആ പറഞ്ഞ ആശയത്തെ ശാസ്ത്രീയ നിഗമനങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്താലല്ലാതെ അത് വിശ്വസിക്കാൻ നിർവാഹമില്ല. മതങ്ങളുടെ ഹദീസിനെ വഹാബി പുരോഹിതൻ ചോദ്യം ചെയ്യുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പണ്ഡിതന്മാർ 100% സ്വീകാര്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അത അംറാത്തി അജ്വാഖ്, എല്ലാ ദിവസവും 7 അജുവാക്കാരക്ക ഒരാൾ തിന്നു കഴിഞ്ഞാൽ, 7 അജുവാക്കാരക്ക തിന്നാൽ ലം യളുറഹു ഫീ ദാലികൽ യൗമി സുമ്മും വലാ സിഹ്ർ, ആ ദിവസം അവന് വിഷമേൽക്കൂല, ആ ദിവസം അവന് സിഹ്ർ ഫലിക്കൂല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത് തിന്നേണ്ടതുപോലെ ഈമാനും യക്കീനിലും തിന്നാലുണ്ടാവും. അപ്പൊ മൗലവിമാർ ഈ സ്വഹീഹായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടും ഒരു മൗലവി പറയാണ്. ഏത് മൗലവി അറിയങ്ങള്? കുട്ടശ്ശേരി മൗലവി എന്ന് പറയുന്ന മൗലവി. ആ മൗലവിയുടെ ജീവചരിത്രത്തെ എഴുതി വെച്ച പുസ്തകത്തിന്റെ പ്രകാശനത്തിലേക്ക് ഈ സമുദായത്തിന്റെ ഖാദിമാരും തങ്ങന്മാരും എന്ന് പറയുന്ന മനുഷ്യന്മാര് വരെ കടന്നുപോകാൻ, ഇത്തരം ചില ഞാഞ്ഞൂലുകളെയും കപടന്മാരെയൊക്കെ വെളുപ്പിക്കാൻ ഈ സമുദായം ആദരിക്കുന്ന അഹ്ലുബൈത്തിനെ ദുരുപയോഗം ചെയ്യുന്ന വൃത്തികേടുകൾ, അവിടെയാണ് ഇന്ന് നമ്മൾ ഇത്തരം പ്രതിസന്ധികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അജുവാക്കാരൊക്കെ തിന്ന വിഷമേൽക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് വിശ്വസിച്ചൂടാ. പിന്നെന്ത് വേണം? താനൂരങ്ങാടിയിൽ ലാബ് നടത്തുന്ന ടെക്നീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു അജുവാക്കാരൊക്കെ അവന്റെ മെഷീനിലിട്ട് പരിശോധിച്ചിട്ട് അവിടെ പണിക്കാരനായ ജോലിക്കാരനായ ജോസഫോ കൃഷ്ണനോ അബൂക്കരോ അത് പരിശോധിച്ചിട്ട് പറയണം, മൗലിയാരാപ്പളെ നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് ഓക്കെ ആട്ടോ, എന്നാലേ അത് വിശ്വസിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കുടിക്കുന്ന വെള്ളത്തിൽ ഒരു കരട് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റസൂൽ ആ വെള്ളം ഒഴുക്കിക്കളയുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. അതാണ്, അത് ഊതിയ വെള്ളമാണ്, മന്ത്രിച്ചൂതിയ വെള്ളമല്ല കേട്ടോ. വെള്ളത്ത് കൂതാൻ പാടില്ല, പക്ഷെ മന്ത്രിച്ചൂതാം. അത് രണ്ടും ആനി അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്വാക്കാരൊക്കെ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് എന്ന് സ്വഹീഹായ ഹദീസ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മൗലവിക്കത് പോരപോൽ നമ്മുടെ താനൂരങ്ങാടിയിലെ ജോസഫിന്റെ ലാബിൽ പോയിട്ട് ഒരു അജ്വാക്കാരൊക്കെ മെഷീനിലിട്ട് പരിശോധിച്ചിട്ട് അവൻ സാക്ഷ്യപ്പെടുത്തിയാലല്ലാതെ വിശ്വസിക്കുകയില്ല. സയൻസ് റസൂലുള്ളാഹിയെ കണ്ടില്ല നിങ്ങള്? ഏത് ഷഹാദത്താണോ കേട് കഴിച്ച് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? ഏത് വഹാബി പുരോഹിതന്റെ കയ്യിലാണുള്ളത്? ഏത് മുജാഹിദ് ഗ്രൂപ്പിലാ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിങ്ങൾക്ക് വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹിയിലും നിങ്ങൾക്ക് വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഹദീസല്ല, എത്രയോ ഹദീസുകൾ ഇങ്ങനെ പുരോഹിതന്മാർ നിഷേധിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേറെ ഒരു ഹദീസ് ഉണ്ട്. ഇദാ വഖഅദ്ദുബാബു ഫീ ശറാബി അഹദിക്കോ, നിങ്ങളുടെ പാനീയത്തിൽ ഒരു ഈച്ച വീണുപോയാൽ ഫൽയഗ്മിസുഹു, അതിനെ നിങ്ങൾ വെള്ളത്തിൽ പൂർണ്ണമായി മുക്കണേ, എന്നിട്ട് അതിൽ നിന്നെടുക്കണേ. ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹിഹി ദാഉം വഫിൽ ഉഖ്റാ ശിഫാ, ആ ഈച്ചയുടെ ഒരു ചിറകിൽ അപകടമുണ്ട്, മറ്റേ ചിറകിൽ അതിന്റെ പ്രതിരോധമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഈ ഹദീസ് മൗലവിക്ക് സ്വീകരിക്കണമെങ്കിൽ അജ്വാകാരൊക്കെ കൊണ്ടുപോയ ജോസഫിന്റെ ലാബിൽ ഒരു ഈച്ചയെയും കൊണ്ടുപോയി പരിശോധിക്കണം. പോൽ ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിനു രോഗവും
ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ്. എന്തു പടുജാഹിലായ ഇയാളെ, ഇയാൾക്ക് മതമറിയോ, ഇയാൾക്ക് ശാസ്ത്രമറിയോ? ഈ മൗലവി പടുവിഡ്ഢിയായ പുരോഹിതൻ ഒരു ഈച്ചയെ പിടിച്ച് തൊട്ടടുത്ത ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ആ ലാബിലെ ടെക്നീഷ്യൻ പറഞ്ഞു ഇതിൽ ഹദീസ് പറഞ്ഞൊരു സാധനവുമില്ല. അജുവാക്കാരൊക്കെ കൊണ്ടുപോയിട്ട് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ അങ്ങനെ ഒരു സാധനവുമില്ല. എന്നാൽ പടുവിഡ്ഢിയായ പുരോഹിത അത് വിശ്വസിക്കാൻ പറ്റുമോ? എന്താ കാരണം? ഇന്ന് ലോകത്ത് ശാസ്ത്രം എല്ലാ സംഗതിയും കണ്ടുപിടിച്ചിരിക്കണോ? ഇനി പുതുതായി ഒന്നും ശാസ്ത്രം കണ്ടുപിടിക്കൂല. വിഡ്ഢി, അള്ളാന്റെ റസൂല് പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ നീ ലാബിൽ പോകുമ്പോ, ശാസ്ത്രത്തെ ആശ്രയിക്കുമ്പോ ഈ ലോകത്തുള്ള മുഴുവൻ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഒരു കണ്ടുപിടുത്തവും വരാനില്ല എന്ന് ആധികാരികമായി ശാസ്ത്രലോകം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇഞ്ചാൻ കബറിലെത്തിയിട്ട് മണ്ണോട് ചേർന്ന് മുങ്കർണക്കീറിന്റെ എല്ലാ മൂട്ടും തട്ടും കണ്ടതിന്റെ ശേഷം നാളെ ഒരു ദിവസം ശാസ്ത്രം അത് കണ്ടുപിടിക്കൂല എന്ന് പറയാൻ എന്റെ ന്യായമുണ്ട് മൗലവി നിങ്ങളുടെ കയ്യിലെ? മതവും ഒരു ചുക്കറിയില്ല, അതുപോലെ ശാസ്ത്രവും അറിയൂല, ദുന്യാവും അറിയൂല, ആഖിറവും അറിയൂല. ഇങ്ങനെയുള്ള പടുവിഡ്ഢികളായ പുരോഹിതന്മാര് എല്ലാ കുത്തിത്തിരിപ്പും കഴിഞ്ഞ് അവസാനം മൂപ്പര ജീവചരിത്രം, മൂപ്പര മധുവും പ്രകീർത്തനൊക്കെ നടത്താൻ ഒരു വേദി ഉണ്ടാക്കുകയാണ്. ആ വേദി ചെലവാകണമെങ്കിൽ എന്ത് വേണം? സമുദായം ബഹുമാനിക്കുന്ന തങ്ങന്മാരവിടെ വേണം, സമുദായം ആദരിക്കുന്ന ഈ ഉമ്മത്ത് വേണം. എന്നിട്ട് ഈ ജാതി പാഷാണങ്ങളെയും ഈ ജാതി വൃത്തികെട്ട പുരോഹിതന്മാരെയും ഈ ഉമ്മത്തിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി സമുദായം ആദരിക്കുന്ന തങ്ങന്മാരാകുന്ന പട്ടിൽ പൊതിയാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എത്ര വൃത്തികെട്ട പരിപാടികളാണ്! കപടന്മാരല്ലയോ ഇവര്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകും വയ്യാഹോ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, അവരെയും നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മൾ സൂക്ഷിക്കേണ്ടത് അവരിൽ ചേർന്ന് നിൽക്കുക, ഓലോട് ഇടപഴകുക, ഓലൊപ്പം നിൽക്കുക, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ എഴുതിയക്കലില്ലേ, നായണ്ട് സൂക്ഷിക്കണമെന്ന്. അജ്ജാതി സൂക്ഷിക്കണോ? അതെ, അതിനേക്കാൾ സൂക്ഷിക്കണം. കാരണം നായ കടിച്ചാൽ ജീവനെ പോവുകയുള്ളൂ. വഹാബി കടിച്ചു കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടും. മുസ്ലിമീങ്ങള് എത്ര അപകടമാണ്! അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ കക്ഷികൾക്ക് അള്ളാഹുവിനെയും തിരിച്ചറിയാൻ കഴിയാതെ പോയതിന്റെ പ്രത്യാഘാതം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തും ബാത്തിലായി, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തും ബാത്തിലായി പോയി. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളുടെ പാഠശാലയിൽ വരുന്ന ചില കള്ളനാണയങ്ങളുണ്ട്, അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് കലിമ പറയാറുണ്ട്. പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവർ കപടന്മാരാണ്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആമിനു കമാ ആമനന്നാസ്. അള്ളാന്റെ ഹബീബിനെ പറ്റി എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ നാമം നമ്മൾ വലിയ ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ആയത്തിറങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, കൈഫ റഫഅത ദിക്റക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അള്ളാന്റെ ഖുർആനിൽ നിങ്ങളെ നാം ഉയർത്തി എന്ന് അല്ലാഹ് പറഞ്ഞല്ലോ. ആ ഉയർത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ തങ്ങളെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു അഅലം. ആ സമയത്ത് അല്ലാഹു മെസ്സേജ് കൊടുക്കുകയാണ്, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. യജമാനനാകുന്ന, ഉടമക്കാരനാകുന്ന എന്നെ എൻ്റെ അടിമകൾ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം ഹബീബായ തങ്ങളെ എൻ്റെ അടിയാറുകൾ പറയാതിരിക്കൂല നബിയേ. ഇത് പറയാൻ ഞമ്മക്കൊരു കിബറുമില്ല. അള്ളാന്റെ ഹബീബിനെ പറയാൻ വല്ല ബുഖുലും നമ്മൾ കാണിക്കാറുണ്ടോ? ഫൻസുബ ഇലാ ദാതിഹി മാ ശിഅത മിൻ മദ്ഹി ഫൻസുബ ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ നിളമി മൗലായ.
لم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൗസൂരി തങ്ങൾ എഴുതി കൈ തളർന്നു പോയപ്പോ, പേനയിലെ മഷി തീർന്നു പോയപ്പോഴും താരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രകീർത്തനങ്ങൾ പര്യവസാനിച്ചില്ല. ലോകത്തെ നോക്കിയിട്ട് അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. എഴുതാൻ കഴിയുന്നവർ എഴുതണേ വിശ്വാസികളെ, പറയാൻ കഴിയുന്നവർ പറയണേ വിശ്വാസികളെ എന്ന് ഈ ഉമ്മത്തിനെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ വഹാബികൾ അതിൽ എന്തോ ഒരു പിശുക്കറിയോ? നമുക്കെവിടെയില്ല, ഇസ്ലാം പിശുക്കു പഠിപ്പിച്ചിട്ടില്ല. അള്ളാനെ പറയുന്നിടത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ ഒരു വിശ്വാസി ഏറ്റവും അതീവ പ്രാധാന്യത്തോടെ ജീവിതത്തിൽ പറയുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാരിൽ നിന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് സാക്ഷ്യപ്പെടുത്താതെ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടൂല. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അള്ളാനെ പറയണ എവിടെയാ നമ്മൾ പറയാത്തത്? ബാങ്ക് കൊടുക്കുകയാണ്, അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടനെ പറയാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിസ്കാരം ഉടമയും അടിമയും തമ്മിലുള്ള ഏകാഗ്രതയുടെ അഭിമുഖമാണ്. ആ നിസ്കാരത്തിൽ ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാലും സംബോധന രീതിയിൽ മടക്കലില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത നിസ്കാരത്തിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിർബന്ധപൂർവം പറയേണ്ട വിശ്വാസിയോട് അല്ലാഹ് പറയാണ് ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കൂടി പറയണം കേട്ടോ. എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മൾ നിർബന്ധമല്ലാതെ പറയുന്നിടത്തുണ്ട്. ദ്വാരന്ന് കഴിഞ്ഞാൽ അള്ളഹാനോട് ദ്വാരന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സ്വലാത്ത് ചൊല്ലും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ നമ്മളൊരു സ്വലാത്ത് ചൊല്ലും. എന്നാൽ ഒരു വഹാബി പുരോഹിതന്റെ ബേജാറന്തരങ്ങള്, നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലെ ചെറുപ്പക്കാരൊക്കെ ഓരോ ഓട്ടോന്റെ മുൻഭാഗത്ത് ചിലപ്പോൾ വലതുഭാഗത്ത് അള്ളാഹ് എന്നുള്ള സ്റ്റിക്കർ, ഇടതുഭാഗത്ത് മുഹമ്മദ് എന്ന സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. നമ്മളെ ഗേറ്റും ഉണ്ടാവും, പള്ളി ഗേറ്റും ഉണ്ടാവും, വീട്ടിലുണ്ടാവും. മൗലവി പറയണേ അത് അപകടമാണ്, ഡേഞ്ചറാണ്. എന്താ കാരണം? അള്ളാഹ് എഴുതി അതേ വലുപ്പത്തിലല്ലേ മുഹമ്മദ് ഇപ്പൊ എഴുതിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ വലുപ്പത്തിൽ എഴുതിയാൽ അള്ളാഹിനെ പോലെ റസൂലുള്ളാഹിനാക്കലായി. അതുകൊണ്ട് അത് തൗഹീദിനെതിരാണ്. അള്ളാഹ് മുഹമ്മദ് ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഇപ്പുറത്ത് അള്ളാഹ്, ഇപ്പുറത്ത് മുഹമ്മദ്. അള്ളാഹിന്റെ അതേ സ്ഥാനം, അതേ വലുപ്പത്തിൽ. പള്ളിന്റെ ഒരു ഗേറ്റും അള്ളാഹ്, ഇപ്പുറത്ത് മുഹമ്മദ്. അല്ലെ? തുല്യ വലുപ്പത്തിൽ, തുല്യ പ്രാധാന്യത്തിൽ, തുല്യ വലുപ്പം. മൗലവി അള്ളാന്റെ വലുപ്പം മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലായോ? മൗലവിന്റെ വലുപ്പം എന്ന് ഒരു ഈ മൗലവി മരിച്ചുണീന്റെ മുമ്പ് ഒരു ചോരുമച്ചാരി എന്നിട്ട് അവനാന്റെ വലുപ്പം ഒരു കരിക്കട്ടെടുത്ത് വരച്ച് തിരിഞ്ഞു നോക്കിയൊക്കെയാണെങ്കിൽ ഈ പോയത്തം പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മൂപ്പര് മനസ്സിലാക്കി സ്റ്റിക്കറുള്ള വലുപ്പാന്ന. അപ്പൊ പിന്നെ റസൂലുള്ള അള്ളാനെ പോലെ ആകാതെക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റിക്കർ അള്ളാന്റെ കുറച്ച് വലുപ്പം, ഇത് കുറച്ച് ചെറുപ്പമാകണം. ഇജാതി വിഡ്ഢികളാണ് ഈ ഉമ്മത്തിനെ. ഈ താനൂർ ഖാദിമാരുടെ പാഠശാലയിൽ നിന്ന് അള്ളാനെ പഠിച്ച ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാനെ പഠിപ്പിച്ചു തരാൻ വന്ന ചെരക്കളബലൊക്കെ തുല്യനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്ന രീതി സഹാബത്ത് പഠിപ്പിച്ചതല്ല, ആണ് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. അള്ളാനെ പറയുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് വല്ലതും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന വിഷയം അറിയോ? അപ്പൊ അദബിന്റെ ഭാഗമായിട്ടോ അറിയാതെയോ ഒക്കെ ആയി സ്വഹാബത്ത് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതെന്താണ്? അല്ലാഹു വറസൂലുഹു അലാ. അള്ളി അറിയും, അള്ളാന്റെ റസൂലും അറിയും. കണ്ടെങ്കിൽ അള്ളാമൊക്കെ എന്നെ ആഡ് ചെയ്തിട്ട് റസൂലിനെ രണ്ടാളി ഇൽമു ഒരേ ലഫ്ളുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. പക്ഷേ ഒന്ന് അള്ളാന്റെ സ്വതന്ത്ര ഇൽമാണ്, മറ്റത് അള്ളാഹ് അറിയിച്ചു കൊടുത്ത ഇൽമാണ്. പക്ഷെ മൗലവിക്ക് ബേജാറ്. പണ്ടൊരു ചെങ്ങായി പുലിനെ പേടിച്ച് മരത്തുമ്മ കയറുകയാണ്. അപ്പൊ ഇപ്പുറത്തൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇപ്പന്റെ ബേജാറൊക്കെ കാണുന്ന വേറൊരാളുണ്ട്. ഇവ ഈ സ്പീഡിൽ മരത്തുമ്മ ഓടിക്കേറുന്ന കണ്ടപ്പോ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള മേമോട്ടി മരത്തുമ്മ കയറുന്ന അയമോട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെങ്ങായി ഇപ്പൊ മരം കഴിഞ്ഞിട്ട് പിന്നെയും കയറുമോ? ഇതുപോലെയാണ് വഹാബികളെ ബേജാറ്. ഈ അള്ളാനേക്കാൾ റസൂലുള്ളാഹിനെ വലുതാക്കുമോ? ഞാൻ അതിങ്ങനെ കേട്ടപ്പോൾ ആലോചിച്ചു, പഠിച്ചോനെ, വഹാബി പള്ളിയിലെ മൊല്ലാക്കാരൊരു ഗതികേടേ. എന്തേ? എല്ലാ വഹാബി പള്ളിയിലും 2500 ഒരു ആമ്പിളിയും വേണ്ടി വരും, 1500 ഒരു ആമ്പിളിയും വേണ്ടി വരും.
എന്നിട്ട് മിഹ്റാബിൽ 2 മൈക്ക. അതെന്തിനാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 2500 ആമ്പിളിന്റെ ഒച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ മൊല്ലാക്കപ്പുറത്ത് 1500 ചാടണം. എന്തേ? അതേ ഒച്ചിയിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ പച്ച കുഫ്റായില്ലേ? ഈ ജാതി വിഡ്ഢിത്തങ്ങളുടെ പേരാണ് വഹാബികൾ. ഈ ജാതി വിഡ്ഢിവേഷം കെട്ടുന്ന പുരോഹിതന്മാരാണ് അവരുടെ ഇമാമുമാർ. സഹോദരങ്ങളെ, അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതാക്കി കാണിക്കുകയാണ്. എന്നാൽ നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ നമ്മുടെ ഇടയാളരായി കാണുകയാണ്. അള്ളാഹിന്റെ റസൂലിനെ നമ്മുടെ മധ്യവർത്തിയായി കാണുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉടമയിലേക്ക് നമുക്ക് ചെന്നു ചേരാനുള്ള മധ്യവർത്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അള്ളാഹിന്റെ ഹബീബിനെ അതിൻ്റെതായ അർത്ഥത്തിലും അളവിലും സ്വഹാബികൾ ഫോളോ ചെയ്തതുപോലെ ഫോളോ ചെയ്തതിന്റെ പേരിൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത്? അന സയ്യിദു വൽദി ആദം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ലോകരുടെ നേതാവാണ്. ഒരു നേതാവിന്റെ പണി എന്താണ്? അണികളുടെ പ്രശ്നം പരിഹരിക്കലാണ്. ഈ നേതാവ് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല. നമ്മളെ നാട്ടിലൊക്കെ അണികളുടെ പ്രശ്നം പരിഹരിക്കാത്തൊരു പഞ്ചായത്ത് മെമ്പറെ നമ്മൾ ജയിപ്പിച്ചാൽ 5 കൊല്ലം സഹിക്കുള്ളൂ, 6ാമത്തെ കൊല്ലം മാറ്റിപ്പിടിക്കും. കാരണം നേതാവിന്റെ പണി അണികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കലാണ്. അള്ളാന്റെ ഹബീബ് ഉൽദി ആദമിന്റെ നേതാവാണ്. ഈ ഉമ്മത്തിന്റെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള നേതാവാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അതുകൊണ്ട്